Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പാണ്. അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം വലിയൊരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് ചേർക്കുമ്പോൾ നല്ലതായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും 2 വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചു വിട്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചതച്ചതാണ് ഇടുന്നത്. കുഞ്ഞായിട്ട് അരിഞ്ഞ് അപ്പോൾ അതിൻ്റെ സത്ത് മൊത്തം അങ്ങ് അതിലേക്കങ്ങ് ആകും. അതിനാണ് ഇടുന്നത്. ഇല്ല നിങ്ങൾക്ക് അത്രയും ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താലും മതി. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. നിങ്ങൾക്ക് ബട്ടറിന് പകരം വേറെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ബട്ടർ ഇടുമ്പം കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക്, ബീൻസ്. അപ്പോൾ ഇത് നമുക്ക് 1 by 1 ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിയണം കേട്ടോ. കുഞ്ഞായിട്ട് അരിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചയ്ക്കോ 4 മണിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ സൂപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് സൂപ്പ്. അപ്പം പല സൂപ്പുണ്ട്. വെജിറ്റബിൾ സൂപ്പുണ്ട്, അതിനകത്ത് എഗ്ഗ് ചേർത്തിട്ടുള്ളതുണ്ട്, ചിക്കൻ സൂപ്പുണ്ട്, പലതരത്തിലുള്ള സൂപ്പുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പച്ചക്കറി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒണിയനും ഒക്കെ ചേർക്കാവേ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് അതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിനകത്ത് ഞാൻ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം. ഉപ്പ് ലാസ്റ്റിലാണെങ്കിലും കുറച്ചിട്ടിട്ട് ലാസ്റ്റിലാണെങ്കിലും നമുക്ക് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നല്ലതാണ് കഴിക്കാൻ. ഇപ്പോൾ ഈ കുരുമുളകിൻ്റെ ഒക്കെ ആ എരിയും ചൂടോടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ സത്ത് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ്. നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് സൂപ്പ്. അതുപോലെ തന്നെ രസം, ഇതൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളകി ഒരുപാടങ്ങ് കുക്കാവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കണം. ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. 1.5 ലിറ്റർ വെള്ളം. ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു സംഭവം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചേർത്താൽ മതി. ഒന്ന് ചൂടായി വരട്ടെ. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് മാജിക് ക്യൂബാണ്. അതിൽ ഒരെണ്ണം കൂടെ ചേർത്ത്, അത് വെജിറ്റബിളിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ പൊടിച്ചൊന്നും ഇട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് അലിഞ്ഞു പൊക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, പച്ചക്കറികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ചേർക്കുന്നത്. നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അപ്പോഴത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യണം. കട്ട കെട്ടാതെ ഒന്ന് ഇളക്കണം. കട്ട കെട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇത് ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സൂപ്പിനുള്ള ഒരു കൊഴുപ്പുണ്ടാവത്തുള്ളൂ.
ഇപ്പം നമുക്ക് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, അത്രയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ കോൺഫ്ലവർ കുറച്ചായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടിക്ക് പിടിക്കും. കണ്ടോ, ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല കട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫ്ലവർ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിച്ചപ്പ് അത് അരിഞ്ഞു വെച്ചത്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണേ, അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒന്നുകൊണ്ടൊന്ന് പറ്റും കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒന്ന് പറ്റും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ല 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും, നല്ല എരിവിന് വേണ്ടി. പച്ചമുളക് ഇട്ടതാണ് എങ്കിൽ പോലും നമുക്ക് ആ കുരുമുളക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്, സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇഞ്ചിയും കുരുമുളകുമാണ് നമ്മുടെ സൂപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമെന്ന് പറയുന്നത്. നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് കുറുകി വേണമെങ്കിൽ, എനിക്കിപ്പോൾ ഒത്തിരി അങ്ങ് കുറുകി വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഇച്ചിരി കൂടെ ഒന്ന് കുറുകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചാൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പം ഞാനിവിടെ സ്റ്റൗ ഇപ്പം ലോ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു മുട്ടയുടെ വെള്ളയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോഴാണ് ആ സൂപ്പിൻ്റെ നമ്മൾ കാണത്തില്ല ഒരു വെള്ള പാട പോലും കിടക്കുന്നത്, അതാണിത്. അപ്പോൾ അത് മുട്ടയുടെ വെള്ള മാത്രമേ, മഞ്ഞയും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട്, ഞാൻ അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടി ഒന്നും ചേർത്തില്ല, കാരണം ആവശ്യത്തിനുള്ള ഉപ്പും എരിവും എല്ലാം ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ കൂടുതലായി പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കാം. ഞാൻ അത് കുടിക്കാൻ നേരം ചേർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനൊന്നും ചേർക്കുന്നില്ല. കണ്ടോ, നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് എല്ലാം പാകമായിട്ടുണ്ട്. ഉപ്പ് എരിവ് എല്ലാം പാകമായിട്ടുണ്ട്. നമുക്കിനിയും ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് സൂപ്പ് കുടിക്കാം.